ശ്രീ പി ചിത്തരഞ്ജൻ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ഒരു ഓർഡർ സമയകൃത്യത പാലിക്കണം. ബഹുമാനപ്പെട്ട അംഗങ്ങളോട് സമയകൃത്യത പാലിക്കണം. അത് കോളിംഗ് അറ്റൻഷൻ ആവട്ടെ, സബ്മിഷൻ ആവട്ടെ, ഈ കാര്യങ്ങൾക്കകത്ത് കൃത്യത പാലിച്ച് ചെയറുമായി സഹകരിക്കാൻ ബഹുമാനപ്പെട്ട അംഗങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ പി ചിത്തരഞ്ജൻ. സാർ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയെയും നമ്മുടെ ജനജീവിതത്തെയും ഏറെ ആഴത്തിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചുങ്കവുമായി ബന്ധപ്പെട്ട വിഷയം. സാർ, ഏതാണ്ട് 1996 കാലത്താണ് അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന ആസിയൻ കരാർ. ആ കരാറായിരുന്നു നമ്മുടെ സമ്പദ്ഘടനയ്ക്കേറ്റ ആദ്യത്തെ തിരിച്ചടി. അന്ന് കാർഷിക മേഖലയുടെ 5% വീതം ആസിയൻ കരാർ ഉണ്ടായത്. അതോടുകൂടി കാർഷിക സാമ്പത്തിക രംഗത്ത് നമ്മുടെ കാർഷിക വളർച്ച തന്നെ അട്ടിമറിക്കപ്പെട്ടു. കേരളത്തിൻ്റെ കാർഷിക വളർച്ച ഏതാണ്ട് 1% ഇടിഞ്ഞു. റബ്ബർ, നാളികേരം, മറ്റ് പ്ലാന്റേഷൻ വിളകൾ എന്നിവയുടെ വളർച്ചയും ഇതിൻ്റെ ഫലമായി നിലയ്ക്കുകയാണ് ഉണ്ടായത്. സാർ, അന്ന് പിടിച്ചു നിന്ന നമ്മുടെ മറ്റ് മേഖലകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രതികാര ചുങ്കത്തിലൂടെ വകവരുത്തുന്നത്. ചെമ്മീനും മറ്റു സമുദ്രോൽപ്പന്നങ്ങളും 2024-25 കേരളം 8,000 കോടി രൂപയുടെ കയറ്റുമതി ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ ഫലമായി 40% അമേരിക്കയിലേക്കായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ള 3.4 ലക്ഷം ടൺ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഏകദേശം 25,000 ടണ്ണാണ് കേരളത്തിൻ്റെ വിഹിതം. മുഖ്യ ഇനവും ശീതീകരിച്ച ചെമ്മീനാണ്. ഇതോടെ കണവ ഉൾപ്പെടെയുള്ള മറ്റ് ശീതീകരിച്ച മത്സ്യങ്ങളും കയറ്റുമതി ചെയ്യുകയാണ്. 150ഓളം കയറ്റുമതി സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. സാർ, ഏകദേശം 3 ലക്ഷത്തോളം പേർ ഈ കയറ്റുമതി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മത്സ്യ അനുബന്ധ മേഖലയിലുമായി തൊഴിൽ ചെയ്യുന്നവരാണ്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ ചെറിയ ശതമാനമാണെങ്കിലും അത് നാട്ടിലെ മത്സ്യത്തിൻ്റെ വിലയിൽ കുത്തനെ വില കുറയ്ക്കുവാൻ ഇടയാക്കിയിരിക്കുന്നു. 10 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ഇത് ഉലക്കുകയാണ്. സാർ, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിൽ കേരളത്തിന് 2ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ കേരളത്തിൻ്റെ വിഹിതം 15% അഥവാ 6,000 കോടി രൂപയാണ്. ഏലം, മഞ്ഞൾ, കുരുമുളക്, കറുകപ്പട്ട, ജാതി തുടങ്ങിയവയാണ് കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നത്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ കയറ്റുമതി ഏതാണ്ട് 7,000 കോടിയാണ്. ഇതിൽ കേരളത്തിൻ്റെ വിഹിതം 2,500 കോടി വരും. ഈ കയറ്റുമതിയുടെ മേലാണ് സാർ, തേയില, കാപ്പി തുടങ്ങിയവയുടെ കയറ്റുമതിയെയും ഈ ചുങ്കം സാരമായി ബാധിക്കുകയാണ്. സാർ, 2023-24 കയർ മേഖലയിൽ 4.572 കോടി രൂപയുടെ കയറാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. സാർ, ഇതിൽ 42% ഏതാണ്ട് 2,000 കോടി രൂപയുടെ കയറ്റുമതി അമേരിക്കയിലായിരുന്നു. സാർ, അതിൻ്റെ സിംഹഭാവവും കേരളത്തിൽ നിന്നാണ്. സാർ, ഇതിനകം തന്നെ ഓർഡറുകൾ റദ്ദാക്കപ്പെട്ടതിൻ്റെ ഫലമായി കേരളത്തിലെ കയർ ഉൽപ്പാദനത്തിൻ്റെ 42% അമേരിക്കയിൽ കാണുന്നത് കേരളത്തിലെ കയർ വ്യവസായത്തെ സാർ ഗുരുതരമായി ബാധിക്കുകയാണ്. മറ്റൊരു പരമ്പരാഗത വ്യവസായമായ കശുവണ്ടി, കൈത്തറി ഈ മേഖലകളിലെല്ലാം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണി ചെയ്യുകയാണ്. സാർ, കശുവണ്ടി പരിപ്പിൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി മാർക്കറ്റ് അമേരിക്കയാണ്. സാർ, 46% കശുവണ്ടി കയറും കൂടി ഏകദേശം 1,080 കോടിയിലേറെ രൂപ വരും. 10,000-കണക്കിന് തൊഴിലാളികളുടെ തൊഴിലും ഉപജീവനവുമാണ് സാർ ഇതുമൂലം അപകടത്തിലായിരിക്കുന്നത്. സോഫ്റ്റ്വെയർ, ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ മേഖലകളാകെ സാരമായി ബാധിക്കുകയാണ്. സാർ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയും ജനജീവിതത്തെ ഇത്ര ആഴത്തിൽ ബാധിക്കുന്ന ഈ പ്രശ്നത്തെ ഉയർത്തി നമുക്ക് ശക്തമായ പ്രതിരോധം ഉണ്ടാക്കണം. സാർ, ഗുരുതരമായ ഈ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായ കാർഷിക മേഖലയും പരമ്പരാഗത വ്യവസായികളെയും സംരക്ഷിക്കുന്നതിന് പ്രത്യേക ധനസഹായം കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന് ഈ സന്ദർശനത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹം സബ്മിഷനായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. കോളിംഗ് അറ്റൻഷൻ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കോളിംഗ് അറ്റൻഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ടാവുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ വിശദമായി എല്ലാം വായിക്കുന്നില്ല. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറെ സ്വാധീനമുള്ള മേഖലകളെ അമേരിക്കയുടെ പുതിയ താരിഫ് നയം ബാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. സാർ, നമുക്ക് സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, കയർ, തേയില തുടങ്ങിയ മേഖലകളിൽ താരിഫ് നയം ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവയെല്ലാം നമ്മുടെ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ 12-13% കേരളത്തിൽ നിന്നാണ്. നിലവിലുള്ള കൗണ്ടർ വെയിലിംഗ് തീരുവകൾക്ക് പുറമെ
US ആൻറ്റി ഡംപിംഗ് തീരുവകൾ 1.4% നിന്ന് 4.5% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 20-25% പിഴ തീരുവ ചെമ്മീൻ്റെ മൊത്തം തീരുവ ഭാരം 33%-ലധികമായി ഉയർത്തുന്നു. സാർ, അമേരിക്കയിൽ നിന്നുള്ള ഓർഡറുകൾ റദ്ദാക്കൽ, കോൾഡ് സ്റ്റോറേജുകളുടെ സ്റ്റോക്ക് കുമിഞ്ഞുകൂടൽ, സംസ്കരണ സംവിധാനങ്ങളുടെ ഉപയോഗനിരക്ക് 20% താഴെയായി കുറയാൻ തുടങ്ങി പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ ദശലക്ഷങ്ങൾ പണിയെടുക്കുന്ന ഈ മേഖലയിൽ വലിയ തോതിൽ തൊഴിൽ നഷ്ടമുണ്ടാകും. ഇതിനകത്ത് ഭൂരിഭാഗവും വനിതകളാണ് പണിയെടുക്കുന്നത്. ഇവരുടെ ഉപജീവന മാർഗം നേരിട്ട് ഭീഷണിയിലാകും. തീരദേശ മേഖലയിൽ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടമുണ്ടാകും. ചെറുകിട ഇടത്തരം സംസ്കരണ വ്യവസായം അവരുടെ വ്യവസായത്തിൻ്റെ ഭാവി ഭീഷണിയിലാകും. ഇന്ത്യയുടെ കുരുമുളക് കയറ്റുമതിയുടെ 80% സാർ കേരളത്തിൽ നിന്നാണ്. ഏലം, ഇഞ്ചി, സുഗന്ധ വ്യഞ്ജന എണ്ണകൾ, ഒലിയോ റെസിനുകൾ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വലിയൊരു പങ്കും ഇവിടെ നിന്നാണ്. പ്രതിവർഷം $700 മില്യൺ മൂല്യമുള്ള സുഗന്ധ വ്യഞ്ജന ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നിലവിലുള്ള തീരുവകൾ ഘട്ടം ഘട്ടമായി 50% ഉയർത്തിയത് കേരളത്തിൻ്റെ മത്സരശേഷം ദുർബലപ്പെടുത്തും. താരിഫ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള മാസങ്ങളിൽ ഓർഡറുകളിൽ 6% കുറവുണ്ടായതായി കയറ്റുമതിക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ നമുക്ക് വലിയ ഭീഷണിയുമാകുന്നുണ്ട്. സാർ, പരമ്പരാഗത മേഖലയിലെ കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയവയിലെല്ലാം ഭീഷണി നിഴലിലാണ്. നമ്മുടെ കശുവണ്ടി പരിപ്പ് കയറ്റുമതിക്ക് വിയറ്റ്നാം അടക്കം വലിയ വെല്ലുവിളിയാകും. താരിഫ് വർധനവ് മൂലം ഉപയോഗത്തിലുണ്ടാകുന്ന ഇടിവ് കയർ മേഖലയ്ക്ക് ഭീഷണിയാണ്. നമ്മുടെ കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലെ ചില പ്രത്യേക വിപണികളിൽ വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഉയർന്ന താരിഫ് ഈ സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് സാർ. ഏകദേശം 700 കോടി വിലമതിക്കുന്ന കേരളത്തിൻ്റെ തേയില കയറ്റുമതിക്ക് US വിപണിയുമായി അടുത്ത ബന്ധമുണ്ട്. അവിടെ നിന്നുള്ള ഓർഡറുകളിൽ കുത്തനെ ഇടിവുണ്ടായിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ഉൽപ്പാദന ചെലവുകളും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായ ആഘാതങ്ങളും സമ്മർദ്ദത്തിലാക്കിയിട്ടുള്ള തേയിലത്തോട്ടങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് US താരിഫ് നയം. കേരളത്തിൻ്റെ റബ്ബർ കയറ്റുമതിയെയും താരിഫ് നയം ബാധിക്കും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വഴി മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ എന്നാണ് വിലയിരുത്തുന്നത്. സാർ, പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മെഡിക്കൽ, ദന്തൽ ഉപകരണങ്ങൾ കയറ്റുമതിയിൽ കേരളത്തിന് ചെറിയ പങ്കുണ്ട്. ഇത് വളർന്നു വരുന്നൊരു മേഖലയാണ്. ഈ മേഖലകളെ കൂടുതൽ വികസിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലുകളും വേണ്ടിവരുന്നു. സാർ, അമേരിക്കൻ ചുങ്കനയം വ്യാപാര കണക്കുകൾക്കും വരുമാന നഷ്ടങ്ങൾക്കും അപ്പുറത്തുള്ള സാമൂഹിക ആഘാതങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. നമ്മുടെ കയറ്റുമതി മേഖലകളിൽ പ്രാദേശിക സമൂഹങ്ങളുമായി ഉൾച്ചേർന്നതാണ്. തൊഴിലാളികൾ വലിയ പങ്ക് കയറ്റുമതി മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നു. അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ തടയപ്പെടാമെന്നുള്ള ഭീഷണി നിലനിൽക്കുന്നു. കയറ്റുമതി മേഖലയിലെ നിരവധി ചെറുകിട ഉൽപ്പാദകരും തൊഴിലാളികളും ഈ ഭീഷണിയുടെ നിഴലിലാണ്. അമേരിക്കയിൽ നിന്നുള്ള ഓർഡറുകളുടെ കുറവ് തീരദേശ ഗ്രാമങ്ങൾ, തോട്ടം ജില്ലകൾ, പരമ്പരാഗത വ്യവസായ ക്ലസ്റ്ററുകൾ എന്നിവയിലെ വരുമാനത്തെ നേരിട്ട് ബാധിക്കും. കശുവണ്ടി, കയർ, കൈത്തറി, ചെമ്മീൻ സംസ്കരണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഹാഭൂരിപക്ഷവും വനിതകളാണ് തൊഴിലെടുക്കുന്നത്. ഇവരുടെ വരുമാനത്തിലുണ്ടാകുന്ന കുറവ് കുടുംബങ്ങളെ, അവരുടെ വരുമാനത്തെ വലിയ തോതിൽ ബാധിക്കും. താരിഫ് ആഘാതങ്ങൾ ഗ്രാമീണ ദുരിത കേന്ദ്രങ്ങൾ സൃഷ്ടിക്കും. കയറ്റുമതി നിലനിർത്തുന്നതിൽ കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾക്കും പരോക്ഷമായ പങ്കുണ്ട്. താരിഫ് നയം മൂലമുള്ള വ്യാപാര തടസ്സങ്ങൾ പ്രവാസികൾ നയിക്കുന്ന ബിസിനസ്സുകളുടെ സ്ഥിരതയെയും ബാധിക്കാം. പ്രാദേശിക തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന ഇടിവ് കുടിയേറ്റം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകാം. സാർ, അമേരിക്കയെ ചുമത്തിയ പിഴ താരിഫുകൾ കേരളത്തിൻ്റെ വ്യാപാര തടസ്സത്തിനൊപ്പം വലിയ സാമ്പത്തിക ആഘാതവുമാണ്. വ്യാപാര നികുതിയിലും കേന്ദ്ര കൈമാറ്റങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിലുമാണ് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്. GST, പൊതുകടം വാങ്ങുന്നതിനുള്ള പരിധി നിശ്ചയിക്കൽ, തനത് നികുതി വരുമാനം ഉയർത്തൽ സാധ്യതകളുടെ കുറവ് എന്നിവ മൂലം പരിമിതപ്പെട്ടിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ വരുമാന മേഖല താരിഫ് നയം മൂലമുണ്ടാകുന്ന കയറ്റുമതിയുടെ ഇടിവിൽ കൂടുതൽ സമ്മർദ്ദത്തിലാവും. സാർ, ഏകദേശം 2500 കോടി മുതൽ 4500 കോടി വരെ ആ മേഖലയിൽ നഷ്ടം വരുമെന്നാണ് സാർ അനൗദ്യോഗികമായ കണക്കുകൾ, ചില പഠനങ്ങൾ നടക്കുന്നുണ്ട് സാർ. സാർ, ഈ താരിഫ് നയം നേരിട്ട് ബാധിച്ച കയറ്റുമതി മേഖലയിലെ ജോലി സ്ഥിരത ഉറപ്പാക്കുന്നതിന് ആവശ്യമായ അടിയന്തര നടപടികൾ വേണ്ടതുണ്ട്. പലിശകളോടെ കയറ്റുമതിക്കാർക്ക് കൂടുതൽ പ്രവർത്തന മൂലധനം ഉറപ്പാക്കൽ, IGST റീഫണ്ടുകൾ വേഗത്തിലാക്കൽ, ഊർജ്ജ സബ്സിഡികൾ ഉറപ്പാക്കൽ, തൊഴിലാളികൾക്ക് ഇടക്കാലാശ്വാസ പാക്കേജുകൾ തുടങ്ങിയ അടിയന്തര നടപടി നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സാർ, ഇത് കേന്ദ്ര ഗവൺമെൻറ് വളരെ വലിയ ഇടപെടൽ വേണ്ട ഒരു മേഖലയാണ്. കയറ്റുമതി വൈവിധ്യവൽക്കരണം, ഡോളർ അടിസ്ഥാനമാക്കിയുള്ള കൈമാറ്റ രീതികളിൽ നിന്ന് മാറി രൂപയിൽ അടിസ്ഥാനമാക്കിയുള്ള വ്യാപാര ക്രമീകരണങ്ങൾ കയറ്റുമതിക്കാർക്ക് ഉറപ്പാക്കൽ, കയറ്റുമതിക്കാർക്ക് വിപണി വിവരങ്ങൾ ലഭ്യമാക്കൽ, ബ്രാൻഡിംഗ് പിന്തുണ, കൂട്ടായ വിലപേശൽ ശക്തി എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള നവീന സ്ഥാപനങ്ങളുടെ രൂപീകരണം, US ഇതര സ്ഥാപനങ്ങളിൽ വ്യാപാര സൗഹൃദ കേന്ദ്രങ്ങൾ തുറക്കൽ, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കൽ തുടങ്ങിയ തന്ത്രപരമായ ഇടപെടലുകൾ ആവശ്യമാണ്. ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണമായ സഹായം കൂടിയേ തീരൂ. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുന്നതിന് നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ഇക്കാര്യം സംസാരിച്ചിരുന്നു. നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷന് മുമ്പിൽ നമ്മൾ ഒരു അഡീഷണൽ മെമ്മോറാണ്ടം കൊടുത്തിരുന്നു സാർ, സപ്ലിമെൻ്ററി മെമ്മോറാണ്ടം കൊടുത്തു. അതിനകത്തും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അപകടകരമായ സ്ഥിതി, വീണ്ടും പുതിയ FTAകൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകൾ വരികയാണ് സാർ. അതിൻ്റെ ഭാഗമായിട്ട് നല്ല നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ പൊതു വ്യവസായത്തെ, കേരളത്തിൻ്റെ കയറ്റുമതി മേഖലയെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. ഒരുമിച്ച് ഈ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് സാർ.
ക്വസ്റ്റ്യൻ. സർ, ഏറെ ആഴത്തിൽ ബാധിക്കുന്ന ഈ വിഷയങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ബന്ധപ്പെട്ട മേഖലകളിലുള്ളവരുമായി ചർച്ചകൾ നടത്തുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ആലോചനകൾ വല്ലതും നമ്മൾ സൃഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഈ കാര്യത്തിൽ ഒരു പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു യോജിച്ച മൂവ്മെൻറ്റ് വളർത്തിയെടുക്കുവാൻ പരിശ്രമിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, ഇക്കാര്യത്തിൽ നമ്മുടെ വ്യവസായ വകുപ്പ് എക്സ്പോർട്ടേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചർച്ചകൾ നടത്തിയിരുന്നു. ഇതുകൂടാതെ നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ മേഖലകളിലെ ആളുകളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള റൗണ്ട് ടേബിൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും വളരെ സീനിയറായ ഉദ്യോഗസ്ഥന്മാർ, മുൻകാല ഉദ്യോഗസ്ഥന്മാർ, അക്കാഡമിഷ്യന്മാർ, എക്സ്പോർട്ടേഴ്സ്, ട്രേഡ് ഓർഗനൈസേഷൻസും ട്രേഡ് യൂണിയനും ഒക്കെ വിളിച്ചൊരു ചർച്ച നടത്തിയിരുന്നു സാർ. ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഗവൺമെൻറ് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർത്ത് ഈ കാര്യങ്ങൾ സംസാരിച്ച് പൊതുവിലൊരു മൂവ്മെൻറ്റായി കൊണ്ടുവരുന്നതിനുള്ള എല്ലാ മുൻകൈയും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവും സാർ.